ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സപ്താഹ കാഴ്ചയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അങ്ങനെ രാവിലെ എണ്ണിച്ച് വരുമ്പോഴേ നമ്മൾ ഈ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് മഞ്ഞൊക്കെ വീണിരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിനൊരു വല്ലാത്ത സുഖമാണ് കേട്ടോ. മുല്ലപ്പൂ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ ഈ മാസം എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇത് കൂടുതലായിട്ടും രാത്രിയിലെ ഇതിൻ്റെ മൊട്ടൊക്കെ പറിച്ച് വെച്ച് നമ്മൾ വിടർത്തി കെട്ടുമായിരുന്നു. അപ്പോൾ ഈ മുല്ലപ്പൂവും മുല്ലമൊട്ടും ഒക്കെ കണ്ടപ്പോൾ അതാണ് മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി എത്തിയത്. ഇത് നമ്മൾ പോകുന്ന റോഡ് സൈഡിലാണ് കേട്ടോ കണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ അധികമൊന്നും ഇല്ല ഇത്രയും. ഇതിൽ കുടമുല്ലയും ഉണ്ട്. നമ്മുടെ കുടമുല്ല എന്ന് പറയുമ്പോൾ തട്ടുമുല്ല, ഇതളുകൾ കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ സാധാരണ മുല്ലയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടതും ആ വീട്ടിലെ അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾ കുറച്ച് മുല്ലമൊട്ട് പറിച്ചോട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു പറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വാഴയിലയിലൊക്കെ വെച്ച് എന്നിട്ട് ചെറുതായിട്ട് വിടർന്ന് വന്ന് തുടങ്ങിയപ്പോഴേ ഞങ്ങളിത് കെട്ടാൻ തുടങ്ങി. ഞാനും എൻ്റെ കുഞ്ഞമ്മയും കൂടാണ് ഇത് കെട്ടി തുടങ്ങിയത്. നല്ല രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്തിനാണ് കെട്ടുന്നതെന്നല്ലേ. അപ്പം നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ സപ്താഹത്തിന്റെ 5-ാം ദിവസമാണ്. 5-ാം ദിവസം എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ സ്വയംവരമാണ്. സ്വയംവരത്തിന് നമ്മളെല്ലാവരും ഒരുങ്ങിയാണ് പോകേണ്ടത്. നമ്മൾ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയല്ലേ പോകുന്നത്, മുല്ലപ്പൂ ഒക്കെ വെച്ച് അന്ന് പറയുന്നത് പോലെ ഒരുങ്ങിയാണ് പോകുന്നത്. നല്ല സാരിയൊക്കെ ചുറ്റിയാണ് പോകേണ്ടത്. അപ്പൊ ഞാനും ഒന്ന് സാരി പരീക്ഷിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഈ മുല്ലപ്പൂ ഒക്കെ കെട്ടി വെച്ചത്. അപ്പൊ നമ്മൾ ഈ മുല്ലപ്പൂ ഒക്കെ കെട്ടി കഴിഞ്ഞാൽ രാത്രി കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് വെക്കണം. മുറ്റത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ പൂവൊക്കെ വെച്ച് നാളെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതാണ് ഗൈസ്. അങ്ങനെ രാവിലെ ആയി ഈ പൂവൊക്കെ എടുത്ത് പിന്നെ ഒന്നും കൂടെ നോക്കി. എല്ലാം അതുപോലെ നല്ല സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ സാരിയൊക്കെ എടുത്ത് നല്ല ഫോട്ടോസൊക്കെ ഏട്ടനാണ് എടുത്തു തന്നത്. നിങ്ങൾ കണ്ടോളൂ. പിന്നെ കുറച്ച് ഷോ ഒക്കെ ഇറക്കണമല്ലോ. സാരി ചുറ്റി മുടിയിലൊക്കെ പൂ വെക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു മണം, മുല്ലപ്പൂവിൻ്റെ മണം ഒരു പ്രത്യേക രസമാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഈ ഫോട്ടോഷൂട്ട് തീർന്നെന്ന്. അത് തീർന്നിട്ടൊന്നുമില്ല. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന വീഡിയോയും ഷൂട്ട് ചെയ്യണമെന്ന് നേരത്തെ വീട്ടിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അതും സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മാനത്തോട്ട് നോക്കിയൊക്കെ പോകും. ഏട്ടൻ ഇതൊക്കെ എടുത്തു തരണമെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ എടുത്തു തന്നു. ഞാൻ പിന്നെ കറങ്ങി തിരിഞ്ഞ് വരുന്നതും എടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ആ സമയത്ത് ഞാൻ ഏട്ടനെ ഒന്നും നോക്കി കണ്ടില്ല. പിന്നെ എൻ്റെ ചങ്കത്തി വന്നു. അതായത് നമ്മുടെ കസിൻ തന്നെയാണ്, നമ്മുടെ ആശക്കുട്ടിയാണ്. ഇവളാണ് എപ്പോഴും നമ്മുടെ കമ്പനിയായിട്ട് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ എൻ്റെ കൂടെ എപ്പോഴും കാണാറുള്ളത്. ഇവളിപ്പോൾ മേലിങ്ങി സുന്ദരിയായി കേട്ടോ. നേരത്തെ ഞങ്ങൾ ഏകദേശം ഒരുപോലെ ഇരുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഏട്ടൻ വലിയ ഫോട്ടോഗ്രാഫറായി മാറിയിരിക്കുന്നു അമ്പലത്തിലെ. എൻ്റെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷെ അവിടെയുള്ള എല്ലാവരുടെയും ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ചേട്ടൻ പുറത്ത് കൈ തട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് വലിയൊരു ഭാവി ഉണ്ടെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം എത്തി. രുക്മിണിയെ കൊണ്ടുള്ള ഘോഷയാത്രയാണ് ഈ കാണുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാരി ഉടുത്തതും മുല്ലപ്പൂ ചൂടിയതും ഒക്കെ. അങ്ങനെ അമ്മമാരും എല്ലാവരും നല്ല സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നിരുന്നത്. ഇത് നല്ല വെയിലാണ് കേട്ടോ. കാണുന്നത് പോലെയല്ല, നല്ല സുഖമില്ലാത്ത ഒരു യാത്രയായിരുന്നു. കാരണം കാലൊക്കെ പൊള്ളി. എന്നാലും നമ്മളെ രുക്മിണിയെ കണ്ടില്ലേ, കുഞ്ഞു രുക്മിണിയാണ്. ഈ രുക്മിണിയെ കൊണ്ടുള്ള ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ്. കൊട്ടും പാട്ടും മേളവും ഒക്കെ എല്ലാവരും നല്ല ആഘോഷത്തിലാണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞു രുക്മിണി. നമ്മുടെ ചിറ്റാർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഒരു വഞ്ചിപ്പടിയുണ്ട്. ആ വഞ്ചിയിൽ മുതൽ, അതായത് നമ്മൾ പൈസയൊക്കെ നേർച്ചയിടത്തില്ലേ, ആ വഞ്ചിപ്പടി മുതലാണ് നമ്മുടെ ഈ ഘോഷയാത്ര തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ അമ്പലത്തിന് ഉള്ളിൽ വന്നിട്ട് ഒരു റൗണ്ട് നമ്മൾ ചുറ്റണം. അതിനുശേഷമാണ് നമ്മുടെ സപ്താഹം നടത്തുന്നിടത്തേക്ക് പോകേണ്ടത്. അപ്പം ആ ചുറ്റലാണ് ഈ കാണുന്നത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ച് വെളിയിലിറങ്ങി ഇനി സപ്താഹത്തിന്റെ യജ്ഞശാലയിലേക്കാണ് പോകുന്നത്. ഉടനെ നമ്മുടെ കൃഷ്ണൻ വന്നിട്ടാണ് നമ്മുടെ രാധയെ ആനയിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. ഇതൊക്കെ നമുക്ക് ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നത് ഒരു കൊച്ചു കുട്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. അവളെ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുവാണ്. അവളാണ് എനിക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ കൂടുതലായിട്ട് എടുത്തു തന്നത്. ഞാൻ ആ ഘോഷയാത്രയിലൊക്കെ ഉണ്ടായിരുന്നു, കാണാത്തതാണ് കേട്ടോ. ഇനി നമ്മുടെ കൃഷ്ണനെ രാധയൊക്കെ ഇരുത്തി സ്വയംവരത്തിന്റെ കുറച്ച് പാരായണമാണ് കേൾക്കുന്നില്ല. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ വന്നാലോ, അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ ഉഷാറായിട്ടായിരിക്കും ഇരിക്കുന്നത്. കൂടുതലും അമ്മമാരെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മുടെ ന്യൂജൻ പിള്ളേരൊന്നും കൂടുതലായിട്ടില്ല. എല്ലാവരും ഇത് കാണണം, പങ്കെടുക്കണം. ഭയങ്കര രസമാണ്. നിങ്ങൾ ഈ കഥയൊക്കെ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ആസ്വാദനം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പുറമേ കേൾക്കുമ്പോൾ എന്തോ നമുക്ക് അറിയാത്ത കുറെ ഭാഷ സംസാരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ഇവിടെ ഇരുന്ന് ഈ പാരായണം കേട്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ കഥകളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ കൂടുതലായിട്ടും ഇരിക്കുന്നത് നമ്മുടെ കുടുംബക്കാരാണ് കേട്ടോ. ഇത് നമ്മുടെ സുധീഷ് അണ്ണാണനാണ്. ഇത് നമ്മുടെ വീഡിയോ എടുത്ത് തരുന്ന കുട്ടിയുടെ അച്ഛനാണ് കേട്ടോ. നമ്മുടെ ലച്ചുട്ടിയുടെ അച്ഛനാണ്. ഏട്ടൻ ഇവിടെ വിശ്രമ വേളയിലാണ്. എല്ലാവരും നല്ല ചൂടായതുകൊണ്ട് ഓരോരുത്തടുത്ത് അടങ്ങിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ സാരി ഉടുത്ത കുറച്ച് ഷോ ഒക്കെയാണ് ഇറക്കുന്നത് അമ്പലമുറ്റത്തൂടെ. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ബാക്കിൽ കൂടെ ഒക്കെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. യജ്ഞാചാര്യൻ അവിടെ പാരായണം നടത്തുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ആർഷയും സൗമ്യ ചേച്ചിയും ഒക്കെ കണ്ടു. എല്ലാവരും എന്തൊക്കെയോ ബിസിയിലൊക്കെ നിൽക്കുകയാണ്. പാരായണവും ഒരു ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം അപ്പച്ചി, അതായത് ഏട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്. നമ്മുടെ അപ്പച്ചിയെ നമ്മൾ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഓടിയെത്തിയത് നമ്മുടെ ഭക്ഷണശാലയിലേക്കാണ്. ഇവിടെ നല്ല ക്യൂ ആയിട്ട് നിൽപ്പുണ്ട്. കാരണം ഇന്ന് നല്ല സദ്യയാണ് കേട്ടോ. എല്ലാം കൂട്ടിയിട്ടുള്ള കല്യാണ സദ്യയാണ് ഇന്ന് ഇവിടെ വിളമ്പുന്നത്. അവിടെ പാരായണം കേൾക്കാൻ പോലും ഇത്ര ആളില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുന്നേ തന്നെ ഇവിടെ വിളമ്പാനും ആഹാരം കഴിക്കാനും ഒക്കെ ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇവരെയൊക്കെ
നമ്മളൊക്കെ കളിയാക്കുവാണ്, ഇത്ര നേരത്തെ വന്ന് കഴിക്കാനിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ലച്ചൂട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു സിപ്പപ്പ് കിട്ടിയത്. അങ്ങനെ ആ സിപ്പപ്പും കുടിച്ചുകൊണ്ട് ഇവിടെ കുറേ കടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ അപ്പച്ചി വിളിച്ചുകൊണ്ട് വന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സാധനം വാങ്ങിക്കാനൊക്കെ അപ്പച്ചി വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ വന്നു. പുതിയ സ്റ്റാളൊക്കെ ഇടുന്നുണ്ട്. അടുത്ത ദിവസം ഗാനമേളയും വലിയ വമ്പിച്ച പരിപാടികളൊക്കെ ഉണ്ട്. അതിനോട് പ്രമാണിച്ചാണ് ഈ പന്തലൊക്കെ ഇടുന്നത്. അങ്ങനെ പാരായണമൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്കായപ്പോൾ ഞാനും ഒരു ക്യൂവിൽ കയറി നിന്നു. അവസാനമാണ് കേട്ടോ. ഇന്നെങ്ങും അതങ്ങ് എത്തത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മണിക്ക് വിളമ്പി തുടങ്ങി, എനിക്ക് 2 മണിയൊക്കെ ആയി കിട്ടിയപ്പോഴത്തേന്. ഇതാണ് നമ്മുടെ കാശി കേട്ടോ. ഇവന് കൈ കഴുകുന്നതിനോ വെള്ളത്തിനോ എന്തോ അലർജി ഉണ്ട്. അതുകൊണ്ട് ഇവന് ചോറ് വാരി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാപ്പും പൂപ്പും എല്ലാം നിന്നിട്ട് ഇവന് ചോറ് വാരി കൊടുത്തു. അവൻ കൈ കഴുകിയില്ല, വായും കഴുകിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല കിടുക്കാച്ചി സദ്യയായിരുന്നു. എല്ലാം വടിച്ച് നക്കി തിന്നു എന്ന് വേണേൽ പറയാം. പാത്രം കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അങ്ങനെ കുറച്ചു നേരം വീണ്ടും ഇങ്ങനെ ഇരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ കിടുക്കാച്ചി ഭജനയായിരുന്നു കേട്ടോ ഇവരുടെ. അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം. കാശിയുടെ ചെണ്ട പൂജിക്കാൻ വേണ്ടി യജ്ഞശാലയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യജ്ഞാചാര്യം പറഞ്ഞു ഒന്ന് കൊട്ടി കേൾക്കണമെന്ന്. അങ്ങനെ അവൻ അത് കൊട്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തന്നത് ഈ ലച്ചുകുട്ടിയാണ്. അപ്പോൾ അവൾക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ. ബൈ ബൈ ഗൈസ്.